സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരന് പകരം ഉയർന്ന പേരുകളിൽ ഹൈക്കമാൻഡ് വീണ്ടും ചർച്ച നടത്തും. സുധാകരനെ വിശ്വാസത്തിലെടുത്തു നീങ്ങാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമം. ഇതോടൊപ്പം സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങളും പരിഗണിക്കുമെന്നാണ് സൂചന. ചന്തു ചന്ദ്രശേഖരുടെ വിശദാംശങ്ങളുമായി. ചന്തു, ഈ നേതൃമാറ്റ ചർച്ചകൾ അത് എവിടെ വരെയായി? പരിഗണനയിൽ പ്രമുഖരടക്കമുണ്ട് എന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അതിന് പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് പുനഃസംഘടന പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ AICC മുന്നോട്ട് പോകുന്നത്. ഹൈക്കമാൻഡ് തീരുമാനമായിരിക്കും ഇതിൽ അന്തിമമായി വരിക. എന്തായാലും സംസ്ഥാനത്ത് നേതൃമാറ്റം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയേക്കുമെന്ന സൂചനയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിലാണ് സാമുദായിക സമവാക്യവും ഒക്കെ പരിഗണിച്ച് പുതിയ പേരുകൾ ഉയർന്നു വരുന്നത്. പ്രധാനമായും ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് അടുത്ത KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമെന്ന അഭിപ്രായം ഭൂരിഭാഗം നേതാക്കളും ഉയർത്തുന്നുണ്ട്. കാരണം BJP ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ട് അത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു വലിയ ഇടിവുണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ കോൺഗ്രസ് കണക്കിലെടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നും ഒരു സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആന്റോ ആന്റണി, സണ്ണി ജോസഫ് തുടങ്ങിയവർക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ബെന്നി ബെഹനാന്റെ പേരും ഇതിൽ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല കെ സുധാകരൻ ഈഴവ സമുദായ അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറുമ്പോൾ ഒരു ഈഴവ സമുദായ അംഗത്തിൽ നിന്ന് മറ്റൊരാളെ കൊണ്ടുവരണമെന്ന്, അങ്ങനെ ഒരു ഈഴവ സമുദായ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് അടൂർ പ്രകാശിൻ്റെ പേരിനാണ് പരിഗണന നൽകുന്നത്. ഇത്തരത്തിൽ സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അടുത്ത KPCC പ്രസിഡന്റിനെ നിയമിക്കണം എന്ന ഒരു അഭിപ്രായമാണ് പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും നേതാക്കളുമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇവിടെ തന്നെ നേതാക്കൾ ഒരു അഭിപ്രായ സമന്വയം, അഭിപ്രായത്തിലൊരു ഏകീകരണമൊക്കെ ഉണ്ടാക്കി അത് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചാൽ അത് ഹൈക്കമാൻഡിന് കൂടുതൽ എളുപ്പമാകുമെന്ന ഒരു നിലപാടിലാണ് AICC ഉള്ളത്. എന്തായാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേത് തന്നെയായിരിക്കും. സംസ്ഥാന അധ്യക്ഷ പദവി സ്ഥാനത്ത് നിന്ന് മാറാൻ കെ സുധാകരനും താല്പര്യം പ്രകടിപ്പിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. അത് പൊതുവായി തന്നെ പല കാര്യങ്ങളിലും രണ്ടഭിപ്രായം അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ അത് താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന ഒരു വിലയിരുത്തലാണ് നേതാക്കൾക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഉണ്ടാകും. പ്രത്യേകിച്ച് ഊർജ്ജസ്വലനായ പുതിയ ആൾക്കാർ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തണമെന്ന ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി AICC മുന്നോട്ട് പോകും. മിക്കവാറും 2 ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരമോ ഇത് സംബന്ധിച്ച തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിലെ നേതൃമാറ്റത്തിന്റെ ചർച്ചകൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഹൈക്കമാൻഡുമായി കൂടിയാലോചന നടക്കും എന്നൊക്കെയുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചന്തു ചന്ദ്രശേഖരാണ് വിശദാംശങ്ങൾ നൽകിയത്.